നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ മുന്നേറ്റം ആണ് കോൺഗ്രസ് കാഴ്ചവെച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല. CPM-ഉം ഇടതുമുന്നണിയുമൊക്കെ അത് അടിവരയിട്ട് സമ്മതിക്കുന്ന കാര്യവുമാണ്. തങ്ങൾ വിചാരിച്ചതിൻ്റെ ഇരട്ടി റിസൾട്ടാണ് കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയത്. ഇത്രയൊന്നും തങ്ങൾ വിചാരിച്ചില്ല എന്ന് ഇടതു നേതാക്കൾ തന്നെ ആണയിട്ട് പറയുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ മഹത്വം, വിജയമഹത്വം ആഘോഷിക്കുമ്പോൾ നാം ഒരു കാര്യം മറന്നു പോകരുത്, കാണാതെ പോകരുത്. അത് BJP-യുടെ അപ്രതീക്ഷിതമായ ഞെട്ടലുളവാക്കുന്ന വിജയം തന്നെയാണ്. കോർപ്പറേഷനുകൾ, തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം എത്രയോ ഇടങ്ങളിൽ BJP അധികാരത്തിലേക്ക് എത്തി എന്നത് ഒരു വാസ്തവമാണ്. വളരെ താഴെയുള്ള മാർജിൻ, വോട്ടിംഗ് റേറ്റിൽ വളരെ താഴെയുള്ള BJP വളരെ ശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചുവരവിനാണ് കേരളത്തിൽ സാക്ഷ്യം വഹിച്ചത്. അവരുടെ തിരിച്ചുവരവിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത് എന്നത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തന്നെ പറയേണ്ടി വരും. കോൺഗ്രസിൻ്റെ വിജയത്തോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഒന്ന് തന്നെയാണ് BJP-യുടെ വിജയവും. BJP തിരുവനന്തപുരം, അതായത് തലസ്ഥാന നഗരത്തിൽ ഒരു ഭരണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർ ഇനി ഉണ്ടാക്കാൻ പോകുന്ന തേരോട്ടം ചില്ലറയായിട്ട് കണക്കാക്കേണ്ടതില്ല. വലിയ വിജയം നിയമസഭയിൽ ലക്ഷ്യമിട്ടുകൊണ്ടാണ് BJP-യുടെ പ്രവർത്തനം അവർ ഏകോപിപ്പിച്ചിരിക്കുന്നത്. അവർ ഈ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ മുന്നോട്ട് പുറപ്പെടുവിച്ച ചില കാര്യങ്ങൾ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന ശേഷം തിരുവനന്തപുരത്തിൻ്റെ വികസന സാധ്യതകളെപ്പറ്റി അദ്ദേഹം തന്നെ പറയും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വികസന രേഖയാണ് അവർ തെരഞ്ഞെടുപ്പിന് മുന്നേ പബ്ലിക്കിന് മുന്നിലേക്ക് വച്ചത്. അപ്പോൾ ഒരു മാസത്തിനകം നരേന്ദ്രമോദി വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് BJP-ക്ക് നേരെ. അപ്പോഴൊക്കെ അവർ വലിയ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ വരും, വരാതിരിക്കില്ല എന്ന് പറയുന്നുണ്ടേ എങ്കിൽ BJP ലക്ഷ്യം വയ്ക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പല്ല എന്നത് ഉറപ്പാണ്. അവർ ലക്ഷ്യം കാണുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം, ഒരു 6-7 മാസത്തിന് മുൻപേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ, ഇനി വരാൻ പോകുന്നത് കേരളത്തിൽ BJP-യുടെ ഭരണകാലമാണ് എന്നും തങ്ങൾ ഭരണം കേരളത്തിൽ പിടിച്ചടക്കും എന്നും ഉള്ള ഒരു അഡ്രസ്സാണ് പൊതുജനങ്ങൾക്ക് മുൻപാകെ അമിത്ഷാ വച്ചത്. അത് സാധ്യമാക്കുന്ന നടപടികളിലേക്കാണ് ഇപ്പോൾ BJP നടന്നെടുക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വരും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ 2-3 ആഴ്ചകൾക്കുള്ളിൽ, ഒരു മാസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം അവതരിപ്പിക്കുന്ന വികസന രേഖയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ BJP വളരെ ശക്തമായിട്ട് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവരുടെ മുന്നിലുള്ളത് ഒരു വലിയ ലക്ഷ്യമാണ്. തിരുവനന്തപുരത്ത് 4 സീറ്റ് നിയമസഭയിൽ പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ BJP മുന്നോട്ട് പോകുന്നത്. അതിനനുസരിച്ച് കേരളത്തിൽ തെക്ക് മുതൽ വടക്ക് വരെ ഏകദേശം 25 നിയമസഭാ മണ്ഡലങ്ങളാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിൽ 15 നേടിയെടുക്കാനുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ അടിത്തട്ട് മുതൽ വ്യാപിപ്പിച്ചിരിക്കുന്നത് എന്നത് കൃത്യമായി പറയാൻ കഴിയും. അത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ BJP-യുടെ അടിത്തട്ടിലുള്ള പ്രവർത്തകർക്ക് BJP കേന്ദ്ര നേതൃത്വം നൽകിക്കഴിഞ്ഞു. അതിനായി കേന്ദ്ര നേതാക്കളെ എത്ര വേണം എന്ന് പറഞ്ഞാൽ മതി, ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ നേതാക്കൾ വരണമെന്ന് ലിസ്റ്റ് തന്നാൽ മതി. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് അവിടെ നിന്നും, കേന്ദ്രത്തിൽ നിന്നും ആളുകളെ എത്തിക്കാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ BJP നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്കും ഒരു പുതിയ കോർ കമ്മിറ്റി കൂടി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ ഇപ്പോൾ ഉള്ള പ്രസിഡന്റിനോടൊപ്പം ചേർന്നു, രാജീവ് ചന്ദ്രശേഖറിനോടൊപ്പം ചേർന്നുകൊണ്ട് പുതിയ ഒരു കമ്മിറ്റിയെ കൂടി ഉൾപ്പെടുത്തി, അത് മുൻ പ്രസിഡന്റുമാരായ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ K. സുരേന്ദ്രനടക്കം, ശോഭാ സുരേന്ദ്രനടക്കം, രമേശനടക്കമുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ കമ്മിറ്റി ഫോം ചെയ്ത് അവരുടെ നേതൃത്വത്തിലാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ BJP നേരിടാൻ പോകുന്നത്. അതിനുള്ള തന്ത്രങ്ങളുടെ പണിപ്പുരയിലാണ് ഇപ്പോൾ BJP എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. അവർക്ക് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള ഏരിയകളിൽ വിജയിച്ച് കയറിയ ആ ഒരു കരുത്തും അവർക്ക് പകർന്നു കിട്ടിയ ആത്മവിശ്വാസവും ചെറുതല്ല എന്നുള്ളതാണ് കേന്ദ്ര നേതാക്കളുടെ പല പ്രസ്താവനകളിൽ നിന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇനി വരാൻ പോകുന്ന നിയമസഭയിൽ കേരളത്തിൽ അച്ചടക്കപൂർണമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം സംസ്ഥാന പ്രസിഡന്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ ഒരു
രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ. ഇവിടെ ഗ്രൂപ്പ് തിരിഞ്ഞ് തമ്മിത്തല്ലിൽ പാടില്ല. അങ്ങനെ തമ്മിത്തല്ലുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവരെ ആ നിമിഷം തന്നെ ഒഴിവാക്കിയേക്കുക എന്ന നിർദ്ദേശം കൂടി കേന്ദ്ര BJP ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അറിവും ഇപ്പോൾ ലഭ്യമാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ കാര്യക്ഷമതയോടുകൂടി സൂക്ഷ്മമായിട്ട് തന്നെയാണ് BJP മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നൽകാനാണ് പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ ഈ സംസ്ഥാന നേതാക്കൾക്ക് രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വരും മാസങ്ങൾ, അതായത് ജനുവരി മുതൽ തുടങ്ങാനുള്ള എല്ലാ നീക്കങ്ങളിലേക്കും രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള നേതാക്കൾ നീങ്ങുന്നു എന്നുള്ള കാര്യവും ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്.